നവരാത്രി മുതൽ ദുർഗാപൂജ വരെ 9 രാത്രികൾ. ഒൻപത് ദിവസവും 9 രാഗങ്ങളിലുള്ള കൃതികളാണ് ആലപിക്കുക. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കാൻ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ സ്വാതി തിരുനാൾ കലാകേന്ദ്രമില്ലേ തിരുവണ്ണൂർ, അവിടെ ഞാൻ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അന്ന് പിന്നെ പഠിക്കാനുള്ള കുട്ടികളൊക്കെ പഠിക്കുമായിരുന്നു. അപ്പം നമുക്ക് പഠിക്കില്ലല്ലോ, അന്ന് മക്കളെ പഠിപ്പിച്ചു. ഓരോ നവരാത്രിക്കും സംഗീതത്തിന്റെ ഈണങ്ങൾ തേടി പുതിയ ആളുകളെത്തും. അവർക്ക് ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പകർന്നു നൽകും. നവരാത്രി പല വിധത്തിൽ ആഘോഷിക്കാറുണ്ട്. ഓരോ ദിവസവും ഓരോ കൃതി, നവരാത്രി കൃതികൾ എന്ന് പറഞ്ഞിട്ട് 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് 1-ാം ദിവസം മെയിനായിട്ട് പാടേണ്ട ഒരു കൃതിയുണ്ട്. അങ്ങനെ 9 ദിവസം ഓരോ കീർത്തനങ്ങൾ മെയിനായിട്ട് പാടേണ്ട കീർത്തനങ്ങളുണ്ട്. കൂടുതലും ദേവീ കീർത്തനങ്ങളായിരിക്കും എല്ലാവരും ഉൾക്കൊള്ളിക്കുക. ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങനെ ഒരു ഇതിലായിരിക്കും. ഇതുവരെ 22 നവരാത്രികൾ പൂർത്തിയാക്കി. ഇത്തവണ നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് 9 ദിവസവും തളി ക്ഷേത്രത്തിൽ സംഗീത കച്ചേരിയും ഉണ്ടാകും. ഉയരുമൂടലും ദേവീ സങ്കല്പങ്ങളെ അർപ്പിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷം അത് ഭക്തിയുടേത് മാത്രമല്ല, സംഗീതം ഉൾപ്പെടെ സർവ്വകലകളുടേതു കൂടിയാണ്. ക്യാമറാമാൻ വേണുവിനോടൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.